ദിവസം തിയേറ്ററിൽ ഓടിയാൽ തന്നെ അതൊരു വലിയ അത്ഭുതമാണെന്ന്. ആ ഒരു സമയത്ത് നെറ്റ്ഫ്ലിക്സിലും തിയേറ്ററിലുമൊക്കെ ടൂയുടെ സിനിമ നിറഞ്ഞോടുകയാണ്. ഇങ്ങനെ ഒരു സക്സസ് സെലിബ്രേഷൻ്റെ ഭാഗമാവാനൊക്കെ പറ്റി. എന്താണ് ഈ സിനിമയുടെ അനുഭവങ്ങൾ, എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. ഈ സിനിമ ഞങ്ങൾ ഒരു 2020 ഈ സിനിമയെ പറ്റിയിട്ട് നമ്മൾ ചർച്ച തുടങ്ങുന്നത് തന്നെ. ആ സമയത്ത് എനിക്ക് ജിനിച്ചേട്ടനും ഡാബിൻ റോയും കൂടിയിട്ടാണ് അന്ന് വന്ന് പറഞ്ഞത്. അന്ന് എനിക്ക് അവർ തന്നിരുന്നൊരു വാക്കുണ്ടായിരുന്നു, നമ്മളുടെ സിനിമയുടെ ക്വാളിറ്റിയിൽ ഒരു തരി പോലും കോംപ്രമൈസ് ചെയ്യില്ലെന്ന്. അപ്പോൾ ഈ സിനിമ ചെയ്യുന്ന സമയത്തും സിനിമയായിട്ട് ആളുകളുടെ മുമ്പിൽ വെച്ച് കണ്ട സമയത്തും അവരെനിക്ക് ആ 100% അവരോട് നീതി പുലർത്തി എന്നുകൊണ്ട് വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്നത്. അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ മാത്രം അധ്വാനത്തിൻ്റെയോ ഞങ്ങളുടെ മാത്രം പ്രവൃത്തികളുടെയോ മാത്രം ഫലമല്ല. ആ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ത്രൂ ഔട്ട് ഇപ്പോൾ ഇവിടെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള മലയാള സിനിമയിൽ എല്ലാവരുടെയും അനുഗ്രഹ ആശിസുകളായിട്ടാണ്. ഇപ്പോൾ ഉണ്ണി സാറാണെങ്കിലും സ്വാമി സാറാണെങ്കിലും എല്ലാവരും ലൊക്കേഷനിൽ വരികയും സാജൻ സാർ എല്ലാവരും ലൊക്കേഷനിൽ വരികയും നമ്മളുടെ ഷൂട്ടിൻ്റെ സമയത്ത് നമ്മളൊന്നും സമയം ചിലവഴിക്കുകയും, അപ്പോൾ അതിൻ്റെ ആ ഒരു പോസിറ്റീവ് എനർജി ഭയങ്കര രസമായിരുന്നു. ഒരു ഇൻഡസ്ട്രിയുടെ അധികായന്മാരുടെയൊക്കെ ഒരു അനുഗ്രഹ ആശിസുകളോടെയാണ് ഞങ്ങളുടെ ഈ സിനിമ നടന്നു പോയത്. ഇപ്പോൾ ഈ സക്സസിനും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്നു. നമസ്കാരം. കറക്റ്റ്. പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഓരോരുത്തരും ഇത് തൻ്റെ സിനിമയാണ് എന്നുള്ള ഒരു സ്നേഹത്തോടും അതേ ആത്മാർത്ഥതയോടും തന്നെയാണ് ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്. കാര്യം ഈ സിനിമ ഒറ്റനോട്ടത്തിൽ നമ്മൾ നോക്കുന്നതിനേക്കാൾ നല്ല പണിയുള്ള സിനിമയായിരുന്നു. ഈ കാലഘട്ടം ഫീൽ ചെയ്യിക്കുക എന്നുള്ളതും ഈ കഥാപാത്രങ്ങളുടെ ഓരോരുത്തരുടെയും ഇമോഷൻസും ഇതിനകത്ത് 2 കഥകൾ പറയുമ്പോൾ 2ൻ്റെയും അതിൻ്റെ പൂർണ്ണതയിൽ അത് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ളതും, അതേസമയം ഇത്രയും ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയറൊക്കെ ഉള്ള അങ്ങനെയൊരു സിനിമ ആളുകൾക്ക് മനസ്സിലാവാതെ പോകരുത് എന്നുള്ള കാരണം കൊണ്ട് അത് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടും എന്നാൽ കോംപ്ലിക്കേറ്റഡ് ആവേണ്ട സ്ഥലങ്ങളിലെല്ലാം കോംപ്ലിക്കേറ്റഡ് ആക്കിയും, അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് മുതൽ അതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് നമ്മളുടെ കൂടെ നിന്നിട്ടുള്ള എല്ലാവരോടും ഉള്ള നന്ദി ഇവിടെ വെച്ച് പറയുകയാണ്. ഈ സിനിമയുടെ ആരെങ്കിലും അണിയറയിൽ പ്രവർത്തിച്ചിട്ടുള്ളവരും ഈ സിനിമയുടെ വിജയം ആഗ്രഹിച്ചിട്ടുള്ള മറ്റെല്ലാവരോടും നന്ദി ഇവിടെ വെച്ച് അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.